ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും രണ്ട് സ്നേഹവന്ദനം. ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റവും ചെറിയ ഒരു ശിഷ്യനാണ്. ശിഷ്യന്മാരിലെ ഏറ്റവും ചെറിയ ശിഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മത്തായിയുടെ സുവിശേഷം 10:42 ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ധ്യാനത്തിലേക്ക് തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആരാ പറഞ്ഞ്? ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോ ഇങ്ങോട്ട് മറുപടി കിട്ടണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുന്നവരായിട്ട് അങ്ങോട്ട് ചോദിക്കുമ്പോ എനിക്ക് എന്ത് കിട്ടണം? മറുപടി കിട്ടണം. അതിങ്ങനെ സ്ഫുടമായി തങ്ക കഷ്ടി പോലെ ഇങ്ങോട്ട് വരണം വാക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം. അങ്ങോട്ടും ഇങ്ങോട്ടും വചനം വരണം, അല്ലേ? അപ്പൊ പറഞ്ഞവൻ ജീവനുള്ള ദൈവമാണ്. അപ്പൊ വരുന്നവന് ഹൃദയം ഏത് നിലവാരത്തിലാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ നിലവാരം അനുസരിച്ചാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. നീ കേവലമായി ഒരു ദൈവ മനുഷ്യൻ, ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ കർത്താവിന്റെ തോട്ടത്തിൽ ഏറ്റവും ചെറിയൻ വരുമ്പോ അവന് നീ ദൈവവചനത്തിന്റെ നിലവിൽ ഹൃദയത്തിൽ നിന്ന് സ്വീകരിക്കണം. വരുന്നവൻ ആരാണ്, ദൈവത്തിന്റെ അരുളപ്പാട് അവന്റെ കയ്യിൽ ഉണ്ടോ എന്ന് നീ എങ്ങനെ തിരിച്ചറിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് മനസ്സിലാക്കുക, ചെറിയവനോടും വലിയവനോടും കൂടെ ഇരുന്ന് സംസാരിക്കുന്നവനാണ് ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ്. ഇന്ന് നമ്മളിൽ അങ്ങനെ കാണാനുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ചെറിയൊരു മനുഷ്യൻ വരുമ്പോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അവനെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടെന്ന്. വിഷയം ഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നോക്കുന്നത് അവനോട് കൂടെ ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെ വരികയും അവനിലൂടെ ഒരു അരുളപ്പാട് അറിയിപ്പാൻ, അവനിലൂടെ ഒരു പ്രാർത്ഥനയിൽ വിടുതൽ തരുവാൻ അവനെ ദൈവം ഇച്ഛിക്കുന്നുവെങ്കിൽ നീ അവനെ കൈക്കൊള്ളുന്നത് എങ്ങനെ എന്ന് നിന്റെ ഹൃദയം നോക്കും ദൈവം. ദൈവം നോക്കുന്നത് രായട്ടന്റെ മുഖമല്ല, നിന്റെ പാഷയുടെ മുഖമല്ല, പ്രസക്തിയല്ല, പ്രതാപങ്ങളല്ല, കളറല്ല, വിദ്യാഭ്യാസ യോഗ്യതകളല്ല. നിന്റെ ഹൃദയവും വരുന്നവനെ സ്വീകരിക്കുന്ന നിലവാരമാണ് ദൈവം നോക്കുക. നന്നായി ഇന്ന് ദൈവം നമ്മളെ ശുദ്ധീകരിക്കും എന്ന് ഞാൻ ദൈവത്തിൽ ആശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശുദ്ധീകരണം നടക്കണം. അതിനൊരേ ഒരു മാർഗമുള്ളൂ, ജീവനുള്ള ദൈവത്തിന്റെ വചനത്താൽ അത് സംഭവിക്കൂ. അപ്പോ കട്ടിയായി, വാളായി, മുനയായി, അമ്പായി ഒക്കെ വരുന്നുവെങ്കിൽ നിന്നെ ഗുണപ്പെടുത്താനാണ് ആ വചനം ദൈവദാസന്മാർ നിങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്, തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും എന്നെ കുത്തി ഞങ്ങൾക്കിട്ട് പണിതു ആ വാക്കേ വരല്ല. നിന്റെ സന്നിധിയിൽ നീതി ഉണ്ടെങ്കിൽ അതിന്റെ മേൽ പ്രസാദിക്കുന്ന ദൈവത്തെ അല്ലേ നീ ആരാധിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവം നീതിയുള്ളവനും കരുണയുള്ളവനുമാണ്. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം തന്നെ നീതിയും ന്യായവുമാണ്. ആ നീതിയും ന്യായവും ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളിൽ ഉണ്ടെങ്കിൽ അവന്റെ സിംഹാസനമാണ്. മൂർച്ചയേറിയാണല്ലോ നിൽക്കുന്നത് തമ്പുരാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ അവൻ വാസം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഹൃദയം ദൈവം നോക്കും. ഈ വരുന്ന എന്റെ ശിഷ്യനെ നീ എങ്ങനെ കൈക്കൊള്ളുന്നു ദൈവം നോക്കും. പ്രൈസ് ദി ലോർഡ്. ആദ്യം നീ ചെറിയവനിലുള്ള പ്രവൃത്തിയെ ദൈവം നോക്കുക. ആരും വലുതായിട്ടില്ല. ആരും
ചെറിയതിൽ നിന്നാണ് ദൈവം നീ വിശ്വസ്തനെന്ന് കണ്ടാൽ, ആമേൻ, അല്പത്തിൽ അല്പത്തിൽ പിന്നെ അധികത്തിൽ അധികത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. വിടുതലൊന്നും ദൂരെയല്ല. അത് ഇന്ന് നീ ഇവിടെ നിന്ന് ഈ ദൂത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ അമേശതൻ നിന്നെ പിൻഗമിക്കുന്നതാണ് ജീവനുള്ള ദൈവത്തിന്റെ വിടുതൽ. ദൈവാത്മാവ് സംസാരിച്ചോട്ടെ. ഞാൻ പൂർണ്ണനായിരുന്നോ? അമേശ്വത്രം, ഞാൻ വലിയ ശിഷ്യന്മാരിൽ ഏറ്റവും ചെറിയവനോ തകഞ്ഞവനെന്നല്ല ഏട്ടൻ പറയുന്നത്. ശുശ്രൂഷിക്കുന്ന എനിക്കും കേൾക്കുന്ന എന്റെ ദൈവത്തിന്റെ മക്കൾക്കും ഒരേ ന്യായവിധിയാണ്. കരുണാമയനാണ് യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എന്റെ ദൈവം എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു ചെറിയ ഒരു ശുശ്രൂഷ തന്നില്ലായിരുന്നെങ്കിൽ രാട്ടിൽ നിന്ന് കസരും മേശം വിറ്റേനെ. അഞ്ചൽ പട്ടണത്തില് തൃശ്ശൂരാൻ എന്നൊരു പേര് രാട്ടിനുണ്ട്. തൃശ്ശൂരാൻ, അത് അഞ്ചലിലെ പട്ടണത്തിലെ ജനം വിളിച്ച പേരാണ്. കാര്യം തൃശ്ശൂർ ഫർണിച്ചർ എന്റെ പ്രസ്ഥാനത്തിന്റെ പേര്. അതുകൊണ്ട് തൃശ്ശൂര എന്നുള്ള വിളി മാറി 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 അത് തൃശ്ശൂരാനായി. അതാ രണ്ട് വണ്ടിയുടെ പിന്നിൽ തൃശ്ശൂര എന്നുണ്ടായിരുന്നു, ഇപ്പൊ അത് എടുത്ത് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൃശ്ശൂര എന്ന് പറഞ്ഞാ അത് ആള് വേറെയാണ്. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് അത് ചുരണ്ടി അങ്ങ് എടുത്ത് കളഞ്ഞു. ആമേൻ. രാജേട്ടൻ എന്നുള്ളത് ദൈവമക്കൾ വിളിക്കുന്ന പേരാണ്. അത് കൊച്ചു ഉണ്ണികൾ മുതൽ പ്രായമുള്ള 100 വയസ്സുള്ള അപ്പച്ചന്മാർ വരെ രായിട്ടാണ് വിളിക്കുന്നത്. ദൈവം തന്ന നാമത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര ബഹുമാന ആദരവോടെയാണ് അവരപ്പം എന്നെ വിളിക്കുന്നത്. ചേട്ടനായിട്ടല്ല, അത്രയും ആദരവോടെയാണ് അവരെന്നെ കാണുന്നത്. ഗുണം വല്ലതും ഉണ്ടായിട്ടാണോ? ഒരു ഗുണമില്ല. ജീവനുള്ള ദൈവത്തെ ഞാൻ അറിഞ്ഞു. എന്തോ എന്നിലുള്ള ഒരു സ്നേഹം അവരനുഭവിക്കുന്നു. അത് എന്റെ അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹമാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഇതുപോലെ അവനെ സ്നേഹിക്കേണ്ട ഒരു കാര്യമില്ല. ഹൃദയം നന്നാവണം. തിരുവെഴുത്ത് പറയുന്നതൊക്കെ മറ്റുള്ളവരൊക്കെ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരെന്ന് നീ എണ്ണണം. വരുന്നവൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. അവന്റെ ഉള്ളിൽ വാസം ചെയ്യുന്ന ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. അനേകനം വരുന്ന ആ മകൻ നിന്നെ കാണുമ്പോൾ നീ ഒരു ആലയമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തമ്മിൽ തമ്മിൽ കാണുമ്പോ അവനെ ബന്ധപ്പെടുമ്പോ അവനെ സ്വന്തം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. അങ്ങനെ നിറയപ്പെട്ടില്ല എമ്മത്ത്. വേദപുസ്തകത്തിലെ 2 സഹോദരിമാർ അങ്ങനെ കണ്ടപ്പോൾ നിറയപ്പെട്ടു. ആരവര്? പ്രൈസ് ദി ലോർഡ്. എന്നും എലിസബത്തും അറിയും. ഹല്ലേലൂയ. പറയുമ്പോ എന്നും എലിസബത്തും പറയൂ. നമ്മളുടെ പേരിന് എന്നാ പറയുക? സ്വോത്രം മുകളിലില്ലോ. എനിക്ക് എന്റെ ഇമ്മാനുവൽ പാസ്റ്ററെ, എന്റെ ദൈവദാസന്മാരെ ഒരു സ്റ്റേജിൽ സ്വന്തം ദൈവപുരുഷന്മാരെ സാക്ഷീകരിച്ച് പ്രസംഗിക്കണം. എന്നും അറിയ മതിയോ? ഹലോ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പൂർവികന്മാരായിരിക്കുന്ന അപ്പച്ചന്മാരെ പേര് പറഞ്ഞ് പ്രസംഗിക്കുന്നു. കൊച്ചു കുഞ്ഞുപദേശി. ഹല്ലേലൂയ. പിന്നുള്ള ആൾക്കാരുടെ പേരെന്താ പറയട്ടെ? എനിക്ക് നമ്മളുടെ ദൈവത്തെ ആരാധിക്കുന്ന ജീവിക്കുന്ന നിർമ്മല ഹൃദയമുള്ള മക്കള് ഇങ്ങനൊരു സാക്ഷ്യമായി പ്രസംഗിക്കാൻ കഴിയണം. നല്ല സാക്ഷിയും നിർമ്മല ഹൃദയമുള്ള മക്കളായി നമ്മൾ മാറണം. നല്ലൊരു ഹൃദയത്തെ ഞാൻ തൊടാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 5-8 വാക്യത്തിലേക്കൊന്നും നമ്മൾ കൈവയ്ക്കുന്നു. നല്ലൊരു ഹൃദയം. ഹൃദയം ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇപ്പോ ഞാനും എന്റെ ദൈവദാസന്മാരും എന്റെ സഹോദരിമാരും അമ്മമാരുമായുള്ളവർ വന്നിരിക്കുന്നത് എന്തിനാ? ഹല്ലേലൂയ. ദൈവത്തെ കാണണം. 2 ശുദ്ധി ഉണ്ടാകണം. അപ്പൊ എന്റെ കുറവുകൾ ജീവനുള്ള ദൈവത്തിന്റെ
ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി എന്നെ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് എന്നെ നടത്തി. അമ്മേ, എന്റെ ഹൃദയം ദൈവത്തിന്റെ അനുരൂപമായി എന്ന് ദൈവം കൈക്കൊണ്ടാൽ വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അത് ഇന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാനാണ് വന്നിരിക്കുന്നത്, വെളിച്ചത്തിലേക്കാണ് വന്നിരിക്കുന്നത്. എന്തിനാ നീ വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നത്? നിന്റെ കുറവുകൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അഭിഷക്തന്മാർ പ്രസംഗിക്കുന്ന വെളിപ്പെടും. അപ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ യാഥാർത്ഥ്യമായി വീണ് നമസ്കരിച്ച് നിലവിളിച്ചാൽ ദൈവത്തിന്റെ ആത്മാവിനോട് കരുണ തോന്നും. അതിനാണ് ഇപ്പൊ ഈ വെളിച്ചത്തിലേക്ക് ഇത്രയും മക്കളെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ഇച്ഛ എന്താ? നിങ്ങളുടെ ശുദ്ധീകരണമാണ്. നിങ്ങൾ യാചിക്കുന്നതിനേക്കാൾ മുൻപ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് ദൈവം. യേശുവിനെ നോക്ക, ശുശ്രൂഷകളെ നോക്ക, സുവിശേഷം 4 നോക്ക്. വരുന്നവന്റെ ഹൃദയ നിലവുകളെ അറിയാൻ കഴിയുന്നവനാണ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു. നിങ്ങളുടെ ശ്രദ്ധകളൊന്നും പുറത്തു പോകാതെ മാക്സിമം ആയിട്ട് പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. ഈ ദൂതിൽ നിന്ന് അത് മനസ്സ് വിട്ട് പുറത്തേക്ക് ചാടി പടിവാതിക്കെ കിടക്കുന്നവന് ഇടം കൊടുക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. നാമത് ഏകാഗ്രതയില്ല. ഈ പറയുന്ന രാഷ്ട്രം ചിലപ്പില്ല. പ്രാർത്ഥനയിൽ ഏകാഗ്രതയില്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോ 100 ചിന്തകളാണ്. പ്രാർത്ഥനയിൽ ഇരുന്നാൽ ഏകാഗ്രത ഉണ്ടാകണം, ചിന്തകൾ ത്യജിക്കപ്പെടണം, അതിനെ അഭ്യസിക്കണം എവരി ഡേ, എന്നും. അല്ലാതെ ഈ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. രാജേട്ടൻ സംസാരിച്ച് നിങ്ങൾ കേൾക്കുന്നത് പോലെ നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ യേശുവിനോട് ഇതുപോലെ രാജേട്ടൻ സംസാരിക്കുന്നവർ സംസാരിക്കേ. ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ സംസാരിക്കാണ്. അപ്പൊ നിന്റെ നാവ് ചലിക്കും, ശബ്ദം പുറത്തു വരും, ആ ശബ്ദം നീ കേൾക്കും. അങ്ങനെ നീ സംസാരിക്കാൻ ആരംഭിക്കുമ്പോ പുറത്തുള്ള ശബ്ദം നീ പിന്നെ ശ്രദ്ധിക്കില്ല. നീ നിന്റെ സ്തോത്രം നീ തന്നെ ഗ്രഹിക്ക്. വെളിയിലുള്ളതൊന്നും വരാതെ ഇരിക്കേണ്ടതിന് ഹൃദയത്തിൽ നീ ഇങ്ങനെ ഇരുന്ന് സ്തോത്രം സ്തോത്രം ഒരു തട്ടുണ്ടായാ പറയും. പ്രൈസ് ദി ലോർഡ്. ഏകാഗ്രതയിൽ വരിക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നും അഭ്യസിക്കുന്നവനെ ആ ആത്മചൈതന്യത്തിൽ ഇരിക്കാൻ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭൂമണ്ഡലത്തിലേ അല്ല നീ, അങ്ങനെയുള്ള മണ്ഡലത്തിലേക്ക് നീ പ്രവേശിക്കുമ്പോഴാണ് ദർശനങ്ങളും വെളിപ്പാടുകളും അമേ സ്തോത്രം നീ കാണുന്നത്. നിന്റെ ചിന്തയും നിന്റെ ഹൃദയവും സ്വർഗത്തോടാണെങ്കിൽ അതിനോടുള്ളൊരു ബന്ധം വരും. ഹല്ലേലൂയ. ആത്മചൈതന്യം, ആത്മാവ് ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് കൂടെയുണ്ട്, പക്ഷെ ദുഃഖിതനാണ്. ഒരു കൊച്ചുമോനെ നമ്മളവൻ കുരുത്തക്കേട് കാണിച്ചിട്ട് 2 അടിയും അടിച്ചു എന്ന് വിചാരിക്കും. അവൻ കരഞ്ഞു, ആ മൂലയിൽ പോയിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അമ്മ വാട മോനെ വാ, അവൻ വരുമോ? നിന്റെ അടുത്തേക്ക് സന്തോഷത്തോടെ വരോടാ മുത്തേ? വരില്ല. അവൻ അതിദുഃഖിതനായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതേപോലെ ജീവന്റെ ആത്മാവും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവൻ സർവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. സകലത്തെയും തകർക്കാൻ കഴിയുന്ന സ്വതന്ത്ര പവറാണ് ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ്. സ്തോത്രം. ഹല്ലേലൂയ. ജീവന്റെ ആത്മാവ് വന്നപ്പോ സ്തോത്രം സകല അസ്ഥികൾ എന്തായിത്തീർന്നു? ഇവന് ആള് വേറെയാണ്. അപ്പൊ തന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് അവൻ. അതുകൊണ്ടാണ് തിരുവഴുത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അവന് നിങ്ങൾ എന്ത് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ കൂടാരത്തിലൊന്നും പോയി ഇതുപോലൊരു ഉപദേശം കേൾക്കില്ല മിസ്റ്റർ കണ്ണൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സത്യത്തിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. ഈ എഴുതി വച്ചിരിക്കുന്ന തിരുവഴുത്തിന് മുകളിൽ ഒരു ശുശ്രൂഷയുടെ ആയിരുന്നില്ല. ഇത് നമ്മളോട് സംസാരിക്കും.
അത് നമ്മളോട് സംസാരിക്കില്ല. അപ്പൊ അവരെ കേവലമാക്കല്ല രാട്ടൻ, കേവലമാക്കല്ല. അവർക്ക് അറിഞ്ഞുകൂടാ, സത്യത്തെ തിരിച്ചറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സത്യത്തെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന ആത്മാവാണ് യേശുക്രിസ്തുവിന്റെ ആത്മാവ്. അവൻ നിങ്ങളെ സകല സത്യത്തിലും നീതിയിലും വഴി നടത്തുമെന്നാണ് ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ദൈവത്തെ കാണണം, വന്നിരിക്കുന്ന നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. ശുദ്ധീകരിക്കപ്പെട്ടിട്ട് ദൈവത്തിന്റെ കൃപയാലുള്ള അനുഗ്രഹം നമ്മളെ പിൻഗമിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ഇത് ചെയ്യാം, നീ അപ്പൊ എന്നെ അനുഗ്രഹിക്കണം, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന് സ്വതന്ത്രം വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. വിശ്വാസം കൂടാതെ ദൈവത്തെ, ആദ്യം ദൈവത്തിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസം വർദ്ധിച്ചു 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 വരുമ്പോൾ ഈ മലകളോട് നീങ്ങാൻ പറഞ്ഞാലും എന്ത് ചെയ്യുന്നു പറഞ്ഞ, അപ്പൊ പ്രതികൂലങ്ങളെ നീക്കാൻ സ്വത്രം വിശ്വാസമാണോ ദൈവത്തിന്റെ സന്നിധിയിൽ ആധാരം. അതിന് മുകളിൽ സ്വത്രം ഒരു വാക്യം വായിച്ച മുത്ത്, അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ച്. ദൈവം നല്ലതിനെ കാണുകയാണ്. യേശു ക്രിസ്തു ഈ ദൈവിക അരുളപ്പാടുകൾ അറിയിക്കുമ്പോ മനുഷ്യനിലുള്ള രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ, ഒരു മനുഷ്യനിൽ ഏത് രൂപമാണോ അവൻ അത് ലഭിക്കുമെന്ന് യേശുവാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈ ജീവന്റെ വചനം കേൾക്കാൻ യേശുവിനരികിൽ ആയിരങ്ങൾ ആയിരങ്ങൾ തിങ്ങിക്കൂടി വന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ച മുത്ത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. അങ്ങനെ നല്ല ഗുണങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക്? അത് നിങ്ങളുടെ മിടുക്ക് കൊണ്ടല്ല. നന്മ എന്റെ വചനം ക്രിയ ചെയ്യും. ഭൂമി നിനക്ക് അവകാശമായി വരും. ഏത് കാരണത്താൽ? ഈ വചനം യേശുവിന്റെ അരികിലേ ഉള്ളൂ. ഈ വചനം അത് വ്യക്തമായി തിട്ടമായി ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ മക്കൾ വരുമ്പോ ദൈവം അത് വെളിപ്പെടുത്തുകയാണ്. നിന്റെ രൂപം ഇങ്ങനെയാണെങ്കിൽ എന്റെ അനുഗ്രഹം നിന്റെ കൂടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇനി സഹോദരൻ താഴെ വരൂ. അപ്പോ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. കണ്ട, അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്ന നീതി പ്രവൃത്തിയിൽ പിന്നിലാണെങ്കിൽ നിനക്ക് തൃപ്തി ഉണ്ടാവില്ല. ഇത് ദൈവത്തിൽ നിന്ന് കേട്ട് ഒരു തീരുമാനത്തിലേക്കും ഒരു സമർപ്പണത്തിലേക്കും വരുമ്പോഴാ ദൈവാത്മാവ് കൂടുന്നത്. നിന്റെ ഹൃദയം ഏത് നാഴികയിൽ മാനസാന്തരപ്പെട്ടുവോ ആ നാഴികയിൽ ജീവന്റെ ആത്മാവ് കൂടെയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോന ന്യായവിധിയുമായാണ് പോയത്, അല്ലേ? അവിടുത്തെ ജനം ദൈവത്തിന്റെ ദൂത് കേട്ടപ്പോ എല്ലാവരും മനം തിരിഞ്ഞു എന്ന് യഹോവയായ ദൈവം കണ്ടു. ഇതാണ് രൂപമാവേണ്ടത്. ഹല്ലേലൂയ. കണ്ട, വരാനിരിക്കുന്ന അനർത്ഥത്തെ കുറിച്ച് ചോദ്യം യഹോവയായ ദൈവം എന്ത് ചെയ്തു? അനുദപിച്ചു. പ്രൈസ് ദി ലോർഡ്. അനുദപിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വചനം പോവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉന്മൂലമാകും. സ്തോത്രം. ദൈവം അതിനോർത്ത് അനുദപിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കിയേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ
രൂപമാവണം. അത് യാഥാർത്ഥ്യമായി എന്ന് ആമേൻ യഹോവയായ ദൈവം കണ്ടു. ഈ രൂപമാണ് യേശു നമ്മളിൽ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോളെ ആ 8 കഴിഞ്ഞിട്ട് 9 ഒന്ന് വായിക്കാം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. കണ്ടാ? പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവത്തിന്റെ രൂപവും അവന്റെ ഗുണവും ദൈവം വെളിപ്പെടുത്തി തരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പറ്റായ ഇതിനകത്തിരിക്കുന്ന ആർക്കും ഇല്ല. സകല ദൈവമക്കൾക്കും സാധ്യമാണ്. അസാധ്യമായതൊന്നും തന്നെ ഇല്ല. നമ്മുടെ സമർപ്പണമില്ലായ്മ കൊണ്ടും കർണം, നാവ്, കണ്ണുകൾ ഇതിനെ നിയന്ത്രിക്കാനുള്ള അർപ്പണമില്ലായ്മ കൊണ്ടുമാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. നിസ്സാരമായ ഒരു കാര്യമായാലും കോപം ഉണ്ടാകുന്നു, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതായത് ഈ ജഡത്തെ നമ്മൾ ക്രൂശിച്ചിട്ടില്ല. ബന്ധിച്ചാൽ സ്വത്രം നമ്മൾ ദൈവത്തിന്റെ പ്രിയ മക്കളായി മാറി. സമർപ്പണം സ്വത്രം ദൈവത്തിന്റെ സന്നിധിയിൽ ആഴത്തിലില്ലാതെ ഇതിന് മുകളിലൊന്നൊരു ജയം ഉണ്ടാകില്ല. നമ്മൾ സ്വത്രം വലിയ കടലിന്റെ മുകളിൽ കൂടെ തുഴഞ്ഞു പോകുന്ന കൊച്ചു വെള്ളം മാതിരിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാറ്റും പ്രതികൂലങ്ങളൊന്നുമില്ലെങ്കിൽ പറന്നു പോകും, അല്ലേ ഇമ്മാനുവൽ പാസ്റ്ററെ? അതേപോലെയാ പോകുന്നത് ഇപ്പോ. സ്തോത്രം. ഒരു പ്രതികൂലം വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. എല്ലാവരും ശുദ്ധീകരണം പ്രാപിക്കണം. എല്ലാവരും. സ്തോത്രം. ശുദ്ധീകരണം പ്രാപിക്കാൻ പറ്റാത്തത് എന്താ? നമുക്ക് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13:14 നോക്കിയ മക്കളെ. വന്നു വന്നു ദൈവത്തിന് മഹത്വം. അപ്പോ ഇപ്പോ ദൈവം നോക്കിയ ഹൃദയത്തെ നോക്കാൻ പോവാണ്. വിഷയം ഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഹൃദയം ദൈവം നോക്കുകയാണ്. ഇപ്പൊ നോക്കാൻ പോവുക. ഒന്ന് കിഴകട്ട ദൈവം. വായിക്കുമോനെ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, ചേട്ടൻ ഇങ്ങോട്ട് നോക്കിയേ. എല്ലാവരോടും സമാധാനമായിട്ടാണോ വന്നിരിക്കുന്നത്? കണ്ട? പ്രൈസ് ദി ലോർഡ്. എല്ലാവരോടും, അമ്മയോട്, ഭർത്താവിനോട്, സ്വത്രം, നിന്റെ നാത്തൂന്മാരോട്, നിന്റെ അയൽക്കാരോട്, നിന്റെ പാസ്റ്ററോട്, സഭയിലെ ശ്രേഷ്ഠന്മാരോട്, നിന്റെ ജോബ് ചെയ്യുന്ന നിന്റെ സ്ഥലത്ത് നിന്റെ കൂട്ടുകാരോട്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിലുള്ള സമാധാനം അവിടെ ഉണ്ടായിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടോ? ദൈവത്തിന് മഹത്വം. അപ്പോ ശുദ്ധീകരണം ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോ ഉണ്ടോ എന്ന് അവൻ നോക്കും. വചനത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് ഒരു സ്വതന്ത്രം കാര്യം ഇവിടെ ഇല്ല. ഇത് സത്യമാണ്. ഇത് അന്ത്യം വരേക്കുള്ളതുമാണ്. ഇവിടെ ഒരു കുറവോ ഒരു കൂടുതലോ ഇല്ല. പ്രൈസ് ദി ലോർഡ്. സമാധാനാണോ? കണ്ട? നമ്മുടെ വീട്ടിൽ സമാധാനാണോ? അത് ആചരിച്ച് എന്നാണ് എഴുതി വച്ചിരിക്കുന്ന പദം. അത് ഞാനും നീയും ചെയ്തിരിക്കണമെന്നാണ് ദൈവത്തിന്റെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ശുശ്രൂഷയുടെ പേരാണ് പത്യവചനം. അതാ തിത്തോസിന് എഴുതിയ ലേഖനം, തിത്തോസിനോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് പോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹം ദൂരെയല്ല, എല്ലാം നമ്മുടെ ഇപ്പോ ഈ നാഴികയിൽ ഇവിടെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സൊന്ന് ഉരുകണം, ഒന്ന് ഉരുകണം. വാ താഴോട്ട്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല.
ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് മതി നിൽക്കാം. മുളച്ച് അവിടെ നിൽക്കട്ടെ, മുളച്ച് നിൽക്കട്ടെ പാസ്റ്ററെ, ഇങ്ങോട്ട് നോക്ക്, മുളച്ച് നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അല്ലേ, മുളച്ച് നിൽക്കട്ടെ. എന്താ മുളച്ച് നിൽക്കുന്ന? കയ്പുള്ള വേര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുന്തിരിവള്ളിയാകുന്ന നല്ല വൃക്ഷ സ്വത്രം വള്ളിയോട് ചേർത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുക. സ്വത്രം. ഹല്ലേലൂയ. ഇപ്പൊ എന്ത് വള്ളി ഇപ്പൊ കിളിച്ചു നിൽക്കുന്നേ? കയ്പുള്ള. പ്രൈസ് ദി ലോർഡ്. ഇതങ്ങോട്ട് മുളച്ചാൽ എന്തൊക്കെയാണ് പിന്നെ ഉണ്ടാകുക എന്ന് താഴത്തെ വചനം വായിക്കുമ്പോ മനസ്സിലാകും. താഴത്തെ വാക്യത്തിലേക്ക് വാ. വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. കയ്പുള്ള വേര് മുളച്ചാൽ കലക്കമുണ്ടാകും. അത് വീട്ടിലുണ്ടാകും, സഭയിലുണ്ടാകും, ജോലി സ്ഥലത്തുണ്ടാകും, അയൽക്കാരിലുണ്ടാകും. മുളച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനനുവദിക്കരുത്. ഇത് മുളയ്ക്കാൻ അനുവദിക്കരുത്. അതാണ് തന്റെ ഹൃദയത്തെ സൂക്ഷിക്കാൻ കഴിയണം. രായട്ടിനും ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കയ്പുള്ളതൊന്നും ഉളവാകാതിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇത് എവിടെന്നാ ഉത്ഭവിച്ച്? സ്തോത്രം. ഒരു താഴൊരു വാക്കിന് പറ്റി നിർത്തണം അവിടെ. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോ തിരിച്ചു തരണം. ഒരു സെക്കൻഡും കൂടി അങ്ങോട്ട് ഇറങ്ങി. കണ്ട, അനേകർ. ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയ എന്താന്ന് നോക്ക. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന എന്നിലും നിന്നിലും ഈ വേര് മുളച്ചാൽ ഒരാളല്ല. കണ്ട, കളി മാറുന്നത് കണ്ട. അവനെ തിരിച്ചറിയണം, ഈ വേരിനെ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ വെട്ടി നല്ലതിനോട് ഒട്ടിച്ചു വെച്ചിട്ട് പിന്നെയും വിട്ടുപിരിയ. പ്രൈസ് ദി ലോർഡ്. സൂക്ഷിക്കാനാ പറയുന്നത്. ഇറ്റലി, ജർമ്മനി, ഹോളണ്ട്, അമേരിക്ക ഒന്നും രണ്ട് കയ്യിലില്ലേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അടി കിട്ടുന്നുവെങ്കിൽ എന്റെ കുഴപ്പമില്ല. ഞാൻ തമ്പുരാനോട് പറഞ്ഞു, പിള്ളേർ എൻ്റെ അടുത്ത് പണങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നിത്യമായ ദൈവത്തിന്റെ ആത്മാവിനാൽ ശുദ്ധമാകും, അത് ഉറപ്പാ. വചന കേൾവിയാലാണ് ഹൃദയങ്ങൾ വെടിപ്പാക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വാക്ക്, ആ പദം ഒന്നുകൂടി തിരിച്ചതാ. അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ. മതി. അവിടെ യേശാവിനെ കുറിച്ചാ പറയുന്നത്. നമുക്ക് പോകണ്ട അങ്ങോട്ട്. എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ടൈമില്ല. അത് ഓടുന്ന വാച്ച് തന്നെയല്ലേ? ദൈവത്തിന് സ്തോത്രം. നിൽക്കാൻ ശ്രമിക്കാം. പഴയ സ്റ്റാമിനൊന്നും എനിക്കില്ല. ഇങ്ങോട്ട് വരുമ്പോ തന്നെ എന്റെ കാല് പിടിച്ചു. ബൈക്കിൽ നിന്ന് ഇറങ്ങി, പിന്നെ ഒന്ന് ഫ്രീ ആയി. ദൈവം അത്ഭുതം ചെയ്തു. സാധാരണ പാസ്റ്റർ ഇറങ്ങി എന്റെ കാല് പിടിച്ചിങ്ങനെ വലിക്കേണ്ട സ്റ്റേജാണ് വരേണ്ടതാണ്. അങ്ങനെ വന്നില്ല. എന്റെ യേശു വലിയവൻ. 28-ാം തീയതി ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തമ്പുരാന്റെ തോട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. വയ്യ എങ്കിലും ഓടുക. ഓടിക്കുന്ന ഒരു പ്രാണൻ ഉള്ളിൽ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അനേകർ അതിനാൽ മലിനമാകും. അപ്പോ വീടിനകത്ത് ഭർത്താവും വീടിനകത്തുള്ള മരുമകളും സ്വന്തം വീടിനകത്തുള്ള അമ്മയും നിന്റെ കൂട്ടുകാരും നീ മുഖാന്തരം മലിനമാകും. എന്താ നോക്കിയേ? അത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന എന്നിലും നിന്നിലും ഉളവാകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഒലിവ് പോലെയുള്ള വൃക്ഷമാകണം. നല്ല ഫലം തരുന്ന അത്തി പോലെയാകണം. മുന്തിരിവള്ളി പോലെയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുത്തേ, നിനക്ക് ഏത് പൂ പിടിക്കും? പൂക്കള് ഏതാ ഇഷ്ടം? പറയൂ, പൂവിൽ ഏതാണ് ഇഷ്ടം? ഓ, റോസ്.
നല്ല മണം, നല്ല മണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നീ നല്ലത് സെലക്ട് ചെയ്തു. നിനക്ക് പപ്പ ഒരു റോസിന്റെ ഒരു ചെടി തരിക, നീ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു പറയണം, എൻ്റെ അടുത്ത് പറയണം, മാഷായിട്ട് നിൽക്കുകയാണ്. മോൾക്ക് പപ്പ ഒരു റോസിന്റെ ചെടി തന്നു, അമ്മുത്ത് എന്ത് ചെയ്യും? മേടിച്ച് ആ ചെടീനെ മോൾ എന്ത് ചെയ്യും? പടപടാന്ന് പറയൂ. യേശു കർത്താവ് പോവും, നീ ഇങ്ങനെ ആടി ആടി നിന്നാ. ഇപ്പൊ യേശുവാണ് ഒന്നും ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ ആടി ആടി നിന്ന 100 കണക്കിന് മക്കൾ നിൽക്കുകയാണ്. ചടപടാന്ന് തക്കത്തിൽ സമയം ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എനിക്ക് ഇന്നമാതിരി കാഴ്ച കിട്ടണം, അല്ലെങ്കിൽ ഇന്നമാതിരി സൗഖ്യമുണ്ടാകണം, അല്ലെങ്കിൽ കർത്താവ് നിന്റെ രാജ്യത്തിൽ എന്നെ നിന്നെ സ്തുതിക്കണം. എവരിടെ ചടപടാന്ന് സമയം ഉപയോഗിക്കണം. ആട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നില്ലെങ്കിലോ ഇങ്ങനെ ആടി ആടി ഇരുന്ന കൊച്ചടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ അതിനെ നടുന്നു, ഞാൻ എടുക്കാൻ ബാക്കിയുള്ള ഭാഗം. വെള്ളമൊഴിക്കുന്നു, അതിനെ നട്ടു, പിറ്റേ ദിവസം അതാഴ്ചകളായി അത് വളർന്നു മുട്ടായി. അടുത്തുള്ള ചേച്ചിമാര് നോക്കുന്നത് റോസ് ചെടി അരി തന്നു, അത് പപ്പ ബിഗ് ഡാഡി തന്നതാണ്. അത് നല്ല ഇനാണോടി അയൽക്കാർ ചോദിക്കുക, അറിഞ്ഞൂടാ, വരുമ്പോ അറിയാം. പ്രൈസ് ദി ലോർഡ്. അത് വളർന്നു, അത് മുട്ടായി, അത് വിരിഞ്ഞു. പക്ഷെ നീ അറിഞ്ഞിട്ടില്ല, നീ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. അത് രാവിലെ വിരിഞ്ഞു, അയൽക്കാർക്കും എല്ലാവർക്കും സുഗന്ധം വരികയാണ് റോസ്. എല്ലാവരും വന്ന് നിൽക്കുക. നീ എഴുന്നേറ്റപ്പോ അവൻ ഈ സുഗന്ധം കൊണ്ട് എല്ലാവരും അതിന്റെ അടുത്ത് വന്ന് നോക്കി നിൽക്കുക. എന്ത് ഗുണം! ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ വൈകിയാണ് എത്തുന്നത്. ആ റോസിന്റെ അടുത്ത് നീ സംസാരിക്കാൻ എന്ന് വിചാരിക്കുക. ഞാനല്ല നിന്നെ നട്ട്, ഞാനല്ല വെള്ളമൊഴിച്ച്, ഞാനല്ല നിന്നെ പരിപാലിച്ച്, നീ എനിക്ക് മാത്രം മണം തന്നാ മതി, അവർക്കാർക്കും കൊടുക്കരുതെന്ന് ഈ റോസിനോട് പറഞ്ഞാൽ റോസ് സമ്മതിക്കുമോ? കേവലം ഒരു പൂവ്. സ്വത്രം. നീ ഇത്രയും വലിയ സൗരഭ്യം സകല മക്കൾക്കും കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പൂവ്. കാരണം പൂവ് ഇഷ്ടപ്പെടാത്ത മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ്. ശാരോണില് ഗോഡ് ജീസസ്. ഹല്ലേലൂയ. പനിനീർ പുഷ്പം കണ്ട മോളെ, നാളെ വാടിപ്പോകുന്ന ഈ പൂവ് സകലർക്കും സുഗന്ധമായി മാറുക. സ്വതന്ത്രം. നമ്മളോ ആ വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്താ സുഗന്ധത്തിന് കഴിഞ്ഞ വേറെ വാക്ക് എന്താ പറയാ? ദുർഗന്ധം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുർഗന്ധമായി മാറുന്നു. അനേകർക്ക് ദുർഗന്ധമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുഗന്ധമാകണം. ആമേൻ. സ്തോത്രം. അതിനൊരു യാഗത്തെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എഫെസ്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 4-ാം വാക്യമാണ്. ദൈവദാസനെ ആ സുഗന്ധം എടുത്ത് ഒന്ന് നോക്കട്ടെ. സൗരഭ്യം. ഹല്ലേലൂയ. 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. 1:8 അവൻ യാഗമായി അർപ്പിച്ചതുപോലെ സൗരഭ്യ വാസനയായി. യെസ്, അതന്നെ, സൗരഭ്യവാസനയായി അർപ്പിച്ചു. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് ഹല്ലേലൂയ. എന്ത് വാസന? ഒരു പാട്ടുകാരൻ പാടി സൗരഭ്യം വീശുന്നതാൽ. ഒരു പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. ഈ വരികളും തന്നെ. പ്രൈസ് ദി ലോർഡ്. മതി ദൈവത്തിന് മാത്രണ്ടാവട്ടെ. ആമേൻ. വളരെ സന്തോഷമുണ്ട്. സൗരഭ്യമായ യാഗം കർത്താവിൽ. ആമേൻ. പറ്റും, ഡാഡിന് പറ്റും, നിങ്ങൾക്കും പറ്റും. സമർപ്പണമുണ്ടെങ്കിൽ. ഞാനത് ചെയ്യില്ല. ഇപ്പൊ ഞാൻ കള്ളു കുടിക്കില്ല. കള്ളുകുടിയൊന്നല്ലായിരുന്നു ഏട്ടൻ. വല്ലപ്പോഴും ആരെങ്കിലൊക്കെ വരുമ്പോ ചിലപ്പോ ലേശം കഴിച്ചു എന്നും വരും. അങ്ങനെയായിരുന്നു രക്ഷിക്കപ്പെട്ടേക്കാൾ മുമ്പ്. ദൈവത്തിന് മഹത്വം. ഞാനത് ഉപേക്ഷിച്ചു. ഏതെല്ലാം ദൈവം തുടരുത് എന്ന് നിന്നോട് കൽപ്പിച്ചുവോ, അതിലേതിലെല്ലാം നീ ജയിക്കുന്നുവോ, അതിനെല്ലാമാണ് പ്രതിഫലം. ഹല്ലേലൂയ. ഏതിനെ ജയിക്കുന്നുവോ അതിന് പ്രതിഫലം. പ്രൈസ് ദി ലോർഡ്. അതങ്ങ് ചാവണം, അത് കൊല്ലപ്പെടണം, വീണ്ടും ജനിക്കാൻ പാടില്ല.
അവന് അമേശ്വത്രം നമ്മുടെ പാദപീഠത്തിലാക്കണം. പിന്നെ അവൻ പൊങ്ങാൻ പാടില്ല. ഹല്ലേലൂയ. പറ്റും, സമർപ്പണമുള്ളവർക്ക് പറ്റും. ഭൂമിയിൽ ദൈവത്തിന്റെ വിശുദ്ധന്മാരുണ്ടല്ലോ. അല്ലേ മോനെ, നീ വിഷമിക്കൊന്നും വേണ്ട. ഒന്ന് തെറ്റിയാലും യേശുവിന്റെ സന്നിധിയിൽ 100 വഴികളുണ്ട് മോനെ. പ്രൈസ് ദി ലോർഡ്. കേട്ടോ? ശുദ്ധിയാകണം. അപ്പൊ വീട്ടിൽ കലക്കം, സ്വസ്ഥതയില്ല. പ്രൈസ് ദി ലോർഡ്. സമാധാനമില്ല. എന്തൊക്കെയോ ഒരു അനുഭവങ്ങളെ പോലെ വീടിനകത്ത് മോന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. നീ ഇവിടുന്ന് പോകുമ്പോ യേശുവിൽ പൂർണ്ണമായി ഒരു അർപ്പണം ചെയ്യ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്ഥിതികളെ ദൈവം മാറ്റും. ആരാണോ വിശ്വസിക്കുന്നത്, ആരാണോ സമർപ്പിക്കുന്നത്, അവന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും.